നല്ല വെന്ത കപ്പയും മീൻകറിയും. നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണല്ലേ. അത് ചൂടോടെ കപ്പയും മീൻകറിയും കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ്. അത് കഴിച്ച് ശീലിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമെന്ന്. പഴമക്കാരുടെ പ്രധാന ആഹാരം മീൻകറിയും കപ്പയൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് ഞാനും അതാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് കിട്ടിയതാ ഈ മീൻ. നമ്മൾ ഇവിടെ ഇതിനെ ചെങ്കലവ എന്നാണ് പറയുന്നത്. കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഏറെക്കുറെ ഇതിന് ഈ പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലാത്ത പേര് പറയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആദ്യം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഇതിൻ്റെ ചെതുമ്പൽ ഇളക്കാൻ നല്ല എളുപ്പമാണ്. ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെതുമ്പൽ ഇളക്കാം. അത് കുതിരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊന്ന് തയ്യാറാക്കി വെക്കാം. ഞാൻ 2 തക്കാളി അരിഞ്ഞെടുത്ത്, ഒരു സവാള അരിഞ്ഞെടുത്ത്, കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും വൃത്തിയാക്കി എടുത്ത് കേട്ടോ. അത് വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു. അതിന് ശേഷമാണ് ചട്ടി വെച്ച് ചൂടാക്കിയത്. അത് ചൂടായി കഴിയുമ്പോൾ ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കണം. ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ എണ്ണയുടെ അംശം ഒന്ന് പുരളാം. അല്ലെങ്കിൽ ചട്ടിയുടെ വേറൊരു മണം കിട്ടും ചൂടാകുമ്പോൾ. എണ്ണ പുരണ്ട് കഴിഞ്ഞാൽ നല്ല എണ്ണമയമായിരിക്കും കിട്ടുക. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും സവാളയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ആദ്യം ഇതിനെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ, അതായത് പച്ച ചുവ മാറി ഇത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരണം. ആ പരുവത്തിന് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം ഇപ്പം ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അതിന് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടികളായിട്ട് നമ്മൾ മീൻ കറിയല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ മീനിന് ആവശ്യമായ എരിവിന് വേണ്ട മുളക് പൊടി ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ മല്ലിപ്പൊടിയും ചേർക്കുക. ഞാൻ വളരെ എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്കത് ചേർക്കുക. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ കൂടെ ഒന്ന് മൂപ്പിച്ച് പച്ച മണം മാറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത പൊടികളുടെ ഒന്ന് മണം മാറി കിട്ടണം, പച്ച മണം മാറണം. അതുവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ആ തക്കാളിയായിട്ട് ചേർന്ന് അതിൻ്റെ പച്ച മണം മാറി തക്കാളി ഇപ്പം തന്നെ നല്ലതായിട്ട് ഉടഞ്ഞ് ചേർന്നിരിക്കുകയാണ്. ഇനി ഞാൻ അതിൽ നിന്ന് ഈ പരുവായി അതിൽ നിന്നൊരു കുറച്ച് തക്കാളിയും ഉള്ളിയും മസാലയും എല്ലാം ചേർന്ന മിക്സ് ഒന്ന് കോരി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് തണുക്കാനായിട്ട്. ആ തണുക്കാൻ മാറ്റി വെച്ചിട്ട് പകുതി തന്നെയാണ് എടുത്തുള്ളൂ. ബാക്കിയോടൊപ്പം ഇനി നമുക്കിതിലേക്ക് ഒരല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. തക്കാളി കൂടുതൽ എടുക്കുമ്പോൾ പുളിയുടെ അളവ് വളരെ കുറച്ച് വേണം. എത്ര തക്കാളി എടുത്താലും മീൻകറി ആയതുകൊണ്ട് അതിൽ സാദാ പുളി കുറച്ച് വേണം. ഞാനിത് വാളംപുളിയാണ് ചേർക്കുന്നത് പിഴിഞ്ഞ്. കുടംപുളി നമ്മൾ അധികം ഈ മീനൊന്നും വെക്കാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വാളംപുളിയാണ് എടുത്തത്. അത് കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ പുളി പിഴിഞ്ഞ പാത്രത്തിൽ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു. അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അരപ്പ് തിളയ്ക്കണമല്ലോ. അത് തിളച്ച് കുറുകാൻ പാകത്തിലേക്ക് തിളയ്ക്കട്ടെ. ആ സമയത്തേക്ക് നമ്മൾ കുറച്ച് തണുക്കാനായിട്ട് എടുത്തു വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് അരച്ചെടുക്കണം. ഇനി ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ പാകത്തിന്. നമുക്കിപ്പം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറി നോക്കിയിട്ട് നമുക്ക് പോരാത്ത ഉപ്പ് ഏത് ഘട്ടത്തിലാണോ ഉപ്പ് കുറവായിട്ട് തോന്നുന്നത് ആ ഘട്ടത്തിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ച ഈ മീൻ അതിലേക്ക്, എനിക്കിത് ഫുള്ളായിട്ട് ഇടാനുള്ള കട്ട് ചെയ്ത് 2 പീസാക്കാനുള്ള ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ആ ഗ്രേവിയിലേക്ക് പറക്കി നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത തക്കാളിയുടെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കരുത്. തരിതരിപ്പായി തന്നെ ഇരിക്കണം കേട്ടോ. നമ്മുടെ ആ ഗ്രേവി ഒന്ന് കുറുകി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ ഗ്രേവി ഒന്ന് കുറുകി കുറച്ചുകൂടെ ടേസ്റ്റി ആയി കിട്ടും. അത് ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് അടപ്പ് ഫുൾ അടയ്ക്കാതെ പകുതി അടച്ചൊന്ന് വെക്കണം. ഇടയ്ക്ക് ആ അരപ്പ് നമ്മൾ മിക്സിയിൽ നിന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചുറ്റിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ചുറ്റിച്ച് വെക്കാം.
പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെയൊക്കെ മണമുള്ള മുളകുണ്ട്, ഉണ്ടമുളക്, ഭയങ്കര മണമാണ്. ആ മുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് നല്ല കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയും അല്പം ഇട്ട് ഒന്നുകൂടെ ചുറ്റിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിയുടെ പരുവം എത്തുമ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട്, അതായത് കുറച്ച് തേങ്ങാപ്പാൽ മതി കേട്ടോ, അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ചിട്ട് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ കവറ് മൊത്തത്തിലങ്ങ് മൂടി അടയ്ക്കേണ്ട. അതിങ്ങനെ ഇതായി തിളച്ച് വരുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഒരല്പം കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ നമ്മുടെ മീൻകറി ദേ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ മീൻ തന്നെ പല രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. നമുക്ക് തേങ്ങയുടെ അളവും കുറച്ച് മതി, പെട്ടെന്ന് ചെയ്യാനും പറ്റും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.